തദ്ദേശ ചട്ട ഭേദഗതിയുമായി ബന്ധപ്പെട്ട വാർത്താക്കുറിപ്പ് തിരുത്തി മന്ത്രി എം.ബി. രാജേഷ്. ഫാക്ടറികൾ ഉൾപ്പെടുന്ന കാറ്റഗറി 1 എന്ന ഭാഗമാണ് തിരുത്തിയത്. ഫാക്ടറികൾ എന്ന പദം മാറ്റി റെഡ്, ഓറഞ്ച് വിഭാഗത്തിൽപ്പെടുന്ന സംരംഭങ്ങൾ എന്നാക്കി. ചട്ടഭേദഗതി ബ്രൂവറിക്ക് വേണ്ടിയെന്ന വ്യാഖ്യാനം വന്നിരുന്നു. ആർ അനന്തകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അനന്തൻ, ഈ കാറ്റഗറി 1 പെടുന്ന വ്യവസായ സംരംഭങ്ങൾക്ക് തദ്ദേശ സ്ഥാപനങ്ങളുടെ ലൈസൻസ് വേണ്ട എന്നൊരു പ്രഖ്യാപനം വന്നപ്പോൾ ഈ ഒരു ലൈസൻസിൽ ഒരു അട്ടിമറി നടത്തിയത് ബ്രൂവറിക്ക് വേണ്ടിയാണ് എന്നൊരു വിവാദമാണ് ഉയർന്നു കേട്ടത്. ഇപ്പോൾ കാറ്റഗറി 1 എന്ന പദം മാറ്റി റെഡ്, ഓറഞ്ച് എന്ന രീതിയിലാക്കിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തിരുത്തൽ? സന്ധ്യ, നേരത്തെ എം.ബി. രാജേഷ് മന്ത്രി പത്രസമ്മേളനത്തിലാണ് ഈ പഞ്ചായത്ത് രാജ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തുന്ന കാര്യം പറഞ്ഞിരുന്നത്. അതിൽ പ്രധാനമായ ഒരു ഭേദഗതി കാറ്റഗറി 1 പെടുന്ന ഫാക്ടറികൾ പോലെയുള്ള സംരംഭങ്ങൾക്ക് ഇനി മുതൽ പഞ്ചായത്തിൻ്റെ ലൈസൻസ് വേണ്ട, തദ്ദേശ സ്ഥാപനങ്ങളുടെ ലൈസൻസ് വേണ്ട, പകരം തദ്ദേശ സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷൻ മതിയാകും എന്നായിരുന്നു പ്രധാനപ്പെട്ട ഒരു ഭേദഗതി വന്നിരുന്നത്. ഇത് ഫാക്ടറി പോലെയുള്ള സംരംഭങ്ങൾ എന്ന് പറഞ്ഞപ്പോഴാണ് ഇത് ബ്രൂവറി, പാലക്കാട് എലപ്പുള്ളിയിൽ തുടങ്ങാനിരിക്കുന്ന ബ്രൂവറിക്ക് വേണ്ടിയാണോ ഈ ഒരു ഭേദഗതി എന്നുള്ളൊരു സംശയം ഉയരുകയും ആ രീതിയിൽ വ്യാഖ്യാനങ്ങൾ ഉണ്ടാവുകയും വിവാദങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഈ കാറ്റഗറി 1 ബന്ധപ്പെട്ട ഒരു തിരുത്തലോടെ വീണ്ടും വാർത്താസമ്മേളനത്തിൻ്റെ പത്രക്കുറിപ്പ് മാറ്റി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിൽ കാറ്റഗറി 1 വിഭാഗം എന്ന് പറയുന്നത് നേരത്തെ ഫാക്ടറികൾ എന്ന് പറഞ്ഞിരുന്നത് മാറ്റി റെഡ്, ഓറഞ്ച് വിഭാഗത്തിൽപ്പെടുന്ന സംരംഭങ്ങൾ എന്നാക്കി. അതിലേതൊക്കെ സംരംഭങ്ങളാണ് ഉൾപ്പെടുന്നതെന്നുള്ള കാര്യം വ്യക്തതയില്ല. അതേസമയം കാറ്റഗറി 2 നേരത്തെ പറഞ്ഞതുപോലെ വാണിജ്യ സേവന സംരംഭങ്ങൾ ആണ് കാറ്റഗറി 2 എന്നുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫാക്ടറി എന്ന് പറഞ്ഞത് ഒരു പക്ഷേ ബ്രൂവറിയായി വ്യാഖ്യാനിക്കപ്പെട്ടു എന്നുള്ള സംശയം കൊണ്ടാകാം ഇപ്പോൾ മന്ത്രിയുടെ ഓഫീസ് ആ വാർത്താക്കുറിപ്പ് തിരുത്തി കാറ്റഗറി 1 ഫാക്ടറി എന്ന പദം ഒഴിവാക്കി റെഡ്, ഓറഞ്ച് എന്ന് ആ വിഭാഗങ്ങളിൽ പെടുന്ന സംരംഭങ്ങൾ എന്ന് മാറ്റി പ്രസിദ്ധീകരിച്ചിരിക്കുന്നതെന്നാണ് കരുതുന്നത്. സന്ധ്യ, അനന്തരം ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പോൾ ഈ കാറ്റഗറി 1 ഇപ്പോൾ ഫാക്ടറി എന്നത് പദം മാറ്റി റെഡ്, ഓറഞ്ച് എന്നൊക്കെ ആക്കിയിട്ടുണ്ട്. എന്നാലും ഈ ഒരു തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഈ ഒരു അനുമതി നൽകുന്ന കാര്യത്തിൽ ഒരു അനുമതി വേണ്ട, ഒരു ലൈസൻസ് വേണ്ട എന്ന് പറയുമ്പോൾ എന്തെങ്കിലും തരത്തിലൊരു നിയമലംഘനം ഉണ്ടാവുകയാണെങ്കിൽ പഞ്ചായത്തിന് അവിടെ ഇടപെടാൻ കഴിയില്ല എന്നൊരു കാര്യം കൂടിയുണ്ടോ? തദ്ദേശ സ്ഥാപനങ്ങളുടെ അനുമതി വേണ്ട എന്നല്ല. ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞത് സംസ്ഥാനത്തെ കൂടുതൽ സംരംഭക സൗഹൃദമാക്കുന്നതിൻ്റെ ഭാഗമായി, തദ്ദേശ സ്ഥാപനങ്ങളെ കൂടുതൽ നിക്ഷേപ സൗഹൃദമാക്കുന്നതിൻ്റെ ഭാഗമായി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്താൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ്. ഇതിനായിട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയെ അധ്യക്ഷനാക്കി ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. ആ കമ്മിറ്റിയുടെ ശുപാർശകൾ, ഈ ചട്ട ഭേദഗതി സംബന്ധിച്ചുള്ള ശുപാർശകൾ സർക്കാർ അംഗീകരിച്ചു. അത് ഉടൻ തന്നെ ഉത്തരവായി പുറത്തിറങ്ങും എന്നാണ് മന്ത്രി പറഞ്ഞത്. അതിൽ നിരവധി കാര്യങ്ങൾ ഈ ചട്ടഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ഇളവുകൾ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ശ്രദ്ധേയവുമായ ഒരു ഭേദഗതി എന്ന് പറയുന്നത് കാറ്റഗറി 1 പെട്ട സംരംഭങ്ങൾ, നേരത്തെ ഉള്ള വാർത്താക്കുറിപ്പ് പ്രകാരം ഫാക്ടറികൾ പോലെയുള്ള സംരംഭങ്ങൾക്ക് ഇനി മുതൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ ലൈസൻസ് ആവശ്യമില്ല. ഒരു ലൈസൻസ് ലഭിക്കണമെങ്കിൽ ഒട്ടേറെ നൂലാമാലകളുണ്ട്. ആ നൂലാമാലകളെല്ലാം ഒഴിവാക്കി ലൈസൻസ് എന്ന പ്രോസസ്സിലേക്ക് പോകാതെ തദ്ദേശ സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷൻ മാത്രം മതി, ഒരു നിശ്ചിത ഫീസ് അടച്ച് രജിസ്ട്രേഷൻ സമ്പാദിച്ചാൽ മാത്രം മതി എന്നാക്കിയിട്ടുണ്ട്. അതാണ് ആ ഭേദഗതി. അപ്പോൾ അതിനൊപ്പം തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം, രജിസ്ട്രേഷൻ അപേക്ഷ അകാരണമായി തദ്ദേശ സ്ഥാപനങ്ങൾ വൈകിപ്പിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം കൂടിയുണ്ട്. അതിൽ കൂടാതെ ഈ ഏതെങ്കിലും തരത്തിലുള്ള പരിശോധനകൾ ആവശ്യമായി വന്നാൽ നിശ്ചയിക്കപ്പെട്ട വിഷയങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന പരിശോധനകൾ മതി. അതല്ലെങ്കിൽ ഏതെങ്കിലും നിയമലംഘനങ്ങൾ ഉണ്ടായാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്ന ഒരു അധികാരപരിധി ഇല്ല എന്നുള്ള സൂചനയും മന്ത്രി നൽകിയിരുന്നു. അപ്പോഴാണ് ഇത് എലപ്പുള്ളിയിലെ ഈ ബ്രൂവറിക്ക് വേണ്ടിയാണോ ഈ ഭേദഗതി എന്നുള്ള ഒരു സംശയം ഉയർന്നത്. മാത്രമല്ല ഈ ശുപാർശയെ അംഗീകരിക്കുന്ന സർക്കാരിൻ്റെ തീരുമാനം വരുന്ന സമയവും സന്ദർഭവും അതിൽ ശ്രദ്ധേയമായിരുന്നു. അതുകൊണ്ട് കൂടിയാണ് ആ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടത്. ഏതായാലും നിലവിൽ ഈ ഭേദഗതി അത് കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങാൻ വഴിയൊരുക്കുന്നതാണ്. മാത്രമല്ല, പക്ഷേ അവിടെ ഒരു പ്രശ്നമുള്ളത്, ഇത്തരം സ്ഥാപനങ്ങൾ വരുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള നിയമലംഘനം ഉണ്ടായാൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അതിലിടപെടാൻ നേരത്തെ ഉണ്ടായിരുന്ന അധികാരം പൂർണ്ണമായും ചുരുക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ ഭേദഗതി എന്നുള്ള കാര്യമാണ് അവിടെ ഒരു വിവാദമായിരിക്കുന്നത്. മാത്രമല്ല, അത് പാലക്കാട്ടെ എലപ്പുള്ളിയിലെ ബ്രൂവറിയുമായി ബന്ധപ്പെടുത്തിയുള്ള വിവാദം ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. സന്ധ്യ.